വർജീൽ ജിയോജിത്ത് ലൈഫ് ലൈനിലെ 11ാമത് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം പ്രവാസികളായിട്ടുള്ള നമ്മളെല്ലാം ഇവിടെ ജീവിക്കുമ്പോൾ പ്രവാസികളായിട്ടുള്ള നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു ചെന്നാലും നമ്മുടെ കുടുംബവും നമ്മുടെ ബന്ധുക്കളുമായി സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ ഗൾഫിൽ ജീവിക്കുന്ന കാലത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ നിന്ന് നിർബന്ധപൂർവം ഒരു സംഖ്യ സമ്പാദിക്കുകയും ആ സമ്പാദിക്കപ്പെട്ട സംഖ്യ ഒരു കൃത്യമായ ആദായം ലഭിക്കുന്ന വിധത്തിലുള്ള നിക്ഷേപമാക്കി മാറ്റുകയും ചെയ്താൽ മാത്രമേ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യത്തിൽ കൃത്യമായ ഒരു വരുമാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനുള്ള വിവിധ മാർഗങ്ങളെപ്പറ്റിയും അതിനുള്ള സംവിധാനങ്ങളെപ്പറ്റിയും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയുമാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓഹരിയെ സംബന്ധിച്ചും മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചും ഇന്നത്തെ നാട്ടിലെ ടാക്സേഷനെ സംബന്ധിച്ചും മറ്റും ചർച്ച ചെയ്തിരുന്നു. അതിനോടൊപ്പം ധാരാളം ആളുകൾ ഈ വിഷയത്തെ ആധാരമാക്കി പല സംശയങ്ങളും ഉന്നയിക്കാറുണ്ട് ഓരോ ആഴ്ചയും. അങ്ങനെ ഉന്നയിച്ച ഒരു സംഭവം ഈ സന്ദർഭത്തിൽ ഇവിടെ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രവാസിയെ അന്വേഷിച്ച കാര്യം, അദ്ദേഹം ഇന്ത്യയിലുള്ള ശരിയ ഫണ്ടിൽ നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ശരിയ ഫണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാനുള്ളത് ഈ നിക്ഷേപം സുരക്ഷിതമാണോ അല്ലെങ്കിൽ നിക്ഷേപത്തിന് കുറവ് വരില്ലയോ എന്നാണ് ചോദ്യം. ശരിയ ഫണ്ടിൽ എന്നല്ല, ഓഹരി അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഫണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാലും ഒരിക്കലും നിക്ഷേപത്തിന് ഒരു ഗ്യാരണ്ടിയും തരുവാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ നിക്ഷേപിച്ച സംഖ്യയുടെ മൂല്യം അല്ലെങ്കിൽ വില കുറയില്ല എന്ന് ആർക്കും തന്നെ ഗ്യാരണ്ടി നൽകുവാൻ സാധ്യമല്ല. കാരണം ഓഹരിയിൽ നിക്ഷേപിക്കുമ്പോൾ ഓഹരി കമ്പോളത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യാം. ആർക്കെങ്കിലും നിക്ഷേപത്തിന് പരിപൂർണമായിട്ട് നിക്ഷേപിച്ച സംഖ്യ കുറയാൻ പാടില്ല എന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായത് പലിശാധിഷ്ഠിത നിക്ഷേപങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പലിശാധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിൽ ചെയ്യുമ്പോഴും ഇത്ര ശതമാനം കിട്ടുമെന്നും ഏകദേശം ഇത്ര ആയിരിക്കും കാലാവധി തീരുമ്പോൾ ലഭിക്കുക എന്നും മുൻകൂട്ടി പറയുവാൻ സാധിക്കും. അതേസമയം മ്യൂച്വൽ ഫണ്ടുകൾ ഓഹരി അധിഷ്ഠിതമായ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ആർക്കും തന്നെ ഒരു ഗ്യാരണ്ടിയും നമ്മൾ കൊടുത്ത സംഖ്യ കുറയില്ല എന്ന കാര്യത്തിൽ നൽകുവാൻ സാധ്യമല്ല. ആരെങ്കിലും അങ്ങനെ നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നൽകുന്ന സംഖ്യ കച്ചവടത്തിലാണ് നിക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ ഓഹരികളിലാണ് നിക്ഷേപിക്കുന്നത്. അങ്ങനെ ഓഹരികളിൽ നിക്ഷേപിക്കുമ്പോൾ പല കാരണങ്ങളാലും കയറ്റ ഇറക്കം ഓഹരി കമ്പോളത്തിനുണ്ടാവുക സാധാരണയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്ന ഒരു കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ നാം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അതിൻ്റെ പൂർവ്വകാല ചരിത്രം എന്താണെന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ നീങ്ങുകയാണെങ്കിൽ ആ രൂപത്തിലുള്ളൊരു ആദായമോ അതിൽ കൂടുതൽ ആദായമോ കിട്ടിയേക്കാം എന്നുള്ള വിശ്വാസമേ നമുക്കുണ്ടാകുവാൻ പാടുള്ളൂ. അല്ലാതെ മുൻകൂട്ടി ഒരു ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് ഒരിക്കലും ശരിയ ഫണ്ടിൽ എന്നല്ല ഒരു ഫണ്ടിലും ഓഹരി അധിഷ്ഠിതമായ ഒരു ഫണ്ടിലും നിക്ഷേപിക്കാൻ സാധ്യമല്ല എന്ന് ഈ തരുന്നത് വളരെ വ്യക്തമായിട്ട് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇത്തരം ഫണ്ടുകൾ 15% മുതൽ 20% വരെ റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഓഹരി കമ്പോളം വളരെ താഴ്ന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന കാലങ്ങളിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുവാൻ സാധ്യതയുണ്ട് എന്ന് ഈ ചോദ്യകർത്താവും മറ്റുള്ളവരും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. മറ്റൊരു സംശയം ചിലർ ചോദിച്ചത്, ഓഹരി കമ്പോളത്തിൽ നിക്ഷേപിക്കുമ്പോൾ ടാക്സിൻ്റെ ബാധ്യത എന്താണ്? ഓഹരി കമ്പോളത്തിലും എന്നതുപോലെ മ്യൂച്വൽ ഫണ്ടിലും നിക്ഷേപിച്ച് ആ നിക്ഷേപം ഒരു വർഷം തികയുന്നതിന് മുമ്പ് നമ്മൾ
വിൽക്കുകയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് റിഡീം ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ആദായത്തിന് മാത്രം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരും. അത് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമാണ് ബാങ്ക് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും എന്നതുപോലെ മ്യൂച്വൽ ഫണ്ട് നമുക്ക് പണം തിരിച്ചു തരികയും ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കഴിയുന്നതും ഒരു വർഷത്തിൽ കൂടുതൽ വെച്ചതിന് ശേഷം വിൽക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടായിരിക്കില്ല. മാത്രമല്ല ഇതിൽ നിന്നുള്ള ഡിവിഡൻഡ് എല്ലാ സമയത്തും ടാക്സ് ഫ്രീ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത് ഈ ആഴ്ച ഭൂമിയിലും കെട്ടിടങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കാമെന്നായിരുന്നു. പ്രത്യേകിച്ചും ഇന്ന് ഉറുപ്പികയുടെ വില വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ ധാരാളം ആളുകൾ വൻ തുക നാട്ടിലേക്ക് അയക്കുകയും അങ്ങനെ അയക്കപ്പെട്ട സംഖ്യ കൊണ്ട് കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ഭൂമിയോ വാങ്ങിക്കുവാൻ തയ്യാറാവുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. കൺവെയൻസ് ഡീഡ് അല്ലെങ്കിൽ സെയിൽസ് ഡീഡ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഭൂമി വാങ്ങിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ഒരു കെട്ടിടം വാങ്ങുന്നതിലേക്കോ പ്രവേശിപ്പിക്കുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭൂമിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള രേഖ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പുതുതായിട്ട് ആരുടെ കയ്യിലാണോ ഉള്ളത് അയാൾക്ക് ആ ഭൂമിയുടെയും ആ കെട്ടിടത്തിൻ്റെയും അവകാശം ബോധ്യപ്പെടുത്തുന്ന രേഖയാണ് കൺവെയൻസ് ഡീഡ് അല്ലെങ്കിൽ സെയിൽസ് ഡീഡ് എന്ന് പറയുന്നത്. അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കണം പുതിയതായിട്ട് ആ വസ്തു ആ കെട്ടിടമോ നമ്മൾ വാങ്ങേണ്ടത്. മറ്റൊരു പ്രധാന കാര്യം 7-12 എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ വസ്തുവിൻ്റെ വിസ്തീർണം, അതിൻ്റെ സർവേ നമ്പർ, അതുപോലെ തന്നെ എന്ന് ഈ വ്യക്തിക്ക് അവകാശം നൽകി ഈ വസ്തുവിൻ്റെ അവകാശം പുതിയ വ്യക്തിയിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ടൈറ്റിൽ സർട്ടിഫിക്കറ്റും വളരെ നിർബന്ധമായിട്ടുള്ളതാണ്. ഈ ഡോക്യുമെൻറ്റിൽ എല്ലാ വിശദമായിട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കെട്ടിടങ്ങൾ വാങ്ങിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ കെട്ടിടം ഉണ്ടാക്കുവാൻ പോകുന്ന സ്ഥലം നോൺ അഗ്രികൾച്ചർ ലാൻഡ് ആണ് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പത്രം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് നെൽകൃഷിയോ മറ്റ് കൃഷിയോ ചെയ്തിരുന്ന ഇടമാണെങ്കിൽ അവിടെ ഒരു കെട്ടിടം വെക്കൽ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ അതിന് പ്രത്യേകം പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റാണ്. ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആ സ്ഥലത്ത് കെട്ടിടം വയ്ക്കുവാനുള്ള പെർമിഷൻ വേണ്ടപ്പെട്ട അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിച്ചാൽ മാത്രമേ നാളെ ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് കെട്ടിടം വെച്ച് ലഭിക്കുവാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്തായിരിക്കും അധികാരികൾ വന്ന് ഇതിന് പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് നടത്താൻ സാധിക്കില്ല എന്ന് പറയുകയും നിർത്തിവെക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ അതുവരെ കൊടുത്ത പണം തിരിച്ചു കിട്ടുവാൻ ബുദ്ധിമുട്ടാവുന്ന സാഹചര്യം ഉണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. എന്നതുപോലെ ഇത്തരം ഡോക്യുമെൻറ്റുകളെല്ലാം ഒരു പ്രശസ്തനായ വക്കീലിനെ നൽകി ആ വക്കീൽ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വളരെയധികം സഹായകമായിരിക്കും. അദ്ദേഹം ചെയ്യുക, ഇതിൻ്റെ പഴയ ഡോക്യുമെൻറ്റുകൾ മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞ 30 വർഷക്കാലത്ത് ഇന്ന് വരെ ബാധ്യതകൾ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. അങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകിക്കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് വളരെ മൂല്യവത്തായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ വസ്തു വാങ്ങിക്കുമ്പോഴും കെട്ടിടം വാങ്ങിക്കുമ്പോഴും ലക്ഷോപലക്ഷം ഉറുപ്പിക കൊടുത്ത് ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു 5000-ഓ 10,000-ഓ രൂപ ഒരു വക്കീലിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ആരായുവാൻ നമ്മൾ തയ്യാറാവില്ല.
അതുകൊണ്ട് എല്ലാവരും ചെയ്തിരിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ വസ്തു വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പരിപൂർണമാണോ, അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടുത്തൽ വളരെ നന്നായിരിക്കും. മറ്റൊരു പ്രധാന ഘടകം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റാണ്. ഒരു കെട്ടിടമാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ, ഒരു ഫ്ലാറ്റാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതിന് ശേഷം വേണ്ടപ്പെട്ട അതോറിറ്റികൾ അവർക്ക് നൽകുന്ന കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ താമസിക്കാനോ അല്ലെങ്കിൽ വ്യാപാര കാര്യങ്ങൾ മറ്റും ചെയ്യുവാനോ അവസരം ഉണ്ടാവുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വസ്തു വാങ്ങിക്കുമ്പോഴും കെട്ടിടം വാങ്ങിക്കുമ്പോഴും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടായതായി നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും അവകാശികൾ ഒരാൾ ഒരു മൈനറാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ്. ആ മൈനർ പിന്നീട് ഒരു പെറ്റീഷൻ നൽകുകയാണെങ്കിൽ ആ മൈനറുടെ സമ്മതമില്ലാതെയാണ് ആ വസ്തു ക്രയവിക്രയം ചെയ്തത് എന്ന് വരികയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച ഭൂമിയുടെ പ്രമാണം അസാധുവായി തീരുന്ന സാഹചര്യം നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വലിയ സംഖ്യ കൊടുത്ത് ഭൂമി വാങ്ങിക്കുമ്പോഴും കെട്ടിടങ്ങൾ വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ വസ്തു വാങ്ങിക്കുമ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകം ലൊക്കേഷൻ 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 എന്ന് 3 തവണ ഞാൻ ഊന്നി പറയും. ഏറ്റവും നല്ല ലൊക്കേഷനിലായിരിക്കണം നമ്മൾ വാങ്ങിക്കുന്ന വസ്തുവാണെങ്കിലും നമ്മൾ വാങ്ങിക്കുന്ന കെട്ടിടമാണെങ്കിലും. യാത്രാ സൗകര്യം വേണം എന്നതുപോലെ മറ്റുള്ള വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, ദേവാലയങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സമീപത്തുണ്ടെങ്കിൽ യാത്രാ സൗകര്യത്തെ പോലെ തന്നെ അതും പ്രധാന ഘടകങ്ങളാണ്. അതിനനുസൃതമായിട്ടായിരിക്കും ആ ഭൂമിയുടെയോ ആ കെട്ടിടത്തിൻ്റെയോ വില കൂടുന്നതും കുറയുന്നതും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. കെട്ടിടമാണ് വാങ്ങിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതിൻ്റെ നിർമ്മാതാക്കൾ, ബിൽഡേഴ്സിനെ സംബന്ധിച്ചുള്ള പൂർവ്വകാല ചരിത്രം. അവർ ഇതിനു മുമ്പ് ഇത്തരം കെട്ടിടങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ സമയത്ത് നൽകിയിട്ടുണ്ടോ എന്ന് പഴയ കെട്ടിടങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക. മാത്രമല്ല അവരുടെ നിർമ്മാണ ക്വാളിറ്റി ഏത് തരത്തിലുള്ളതാണെന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി പരിശോധിച്ച് നോക്കുക, എങ്ങനെയാണ് അവരുടെ നിർമ്മാണ രീതി, അത് ഒരു ദേശീയ നിലവാരത്തിലുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണോ അവർ ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന സംഭവമാണ് ഒരു കെട്ടിടം വാങ്ങിക്കുക അല്ലെങ്കിൽ വീട് വാങ്ങിക്കുക എന്നെല്ലാം പറയുന്നത്. അങ്ങനെ വാങ്ങിക്കുന്ന കെട്ടിടം പരിപൂർണമായും എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായതും നമ്മുടെ പരിപൂർണ സംതൃപ്തി ഉള്ളതും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പരിശോധിക്കൽ വളരെ അനിവാര്യമാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന ഭൂമിക്കായാലും കെട്ടിടത്തിനായാലും അതിൻ്റെ വിലവർധനവ് വളരെ പെട്ടെന്നുണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഭൂമി വാങ്ങിക്കുന്നത് ഒട്ടും മോശമില്ലാത്ത കാര്യമാണ്. കാരണം ഇന്ത്യയിൽ പ്രതിശീർഷ ഭൂലഭ്യത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമായതുകൊണ്ടും ഓരോ കേരളീയനും ഒരു ഭൂമി എന്ന ആഗ്രഹവും അതിലൊരു വീട് എന്ന ആഗ്രഹവും നിലനിൽക്കുന്ന ഒരു സ്വഭാവം ഉള്ളവരായതുകൊണ്ട് ഭൂമിയുടെ വില വർദ്ധിക്കുവാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്ഥലങ്ങളിൽ, നല്ല ലൊക്കേഷനുകളിൽ ചെറിയ പ്ലോട്ടുകളായിട്ട് വാങ്ങിച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ അതിന് മൂല്യവർദ്ധനവുണ്ടാവും. പക്ഷേ ആരും തന്നെ ഭൂമി ഇന്നത്തെ കേരളത്തിലെ വിലയ്ക്ക് വാങ്ങി അതിൽ നിന്ന് കാർഷികപരമായ ആദായം ലഭിക്കും എന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യാൻ സാധിച്ചാൽ ആ കിട്ടുന്നത് ഒരു അഡീഷണലായിട്ടുള്ള ഇൻകം എന്ന് കണക്കാക്കുകയല്ലാതെ ആ നിക്ഷേപത്തിൽ നിന്നുള്ള ആദായമായി നമ്മൾ ഒരിക്കലും കാണരുത് എന്നുള്ള ഒരു പ്രധാന കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. അത് നമ്മുടെ കേരളത്തിൽ ധാരാളം സ്ഥലങ്ങൾ വാങ്ങിച്ച് വെറുതെ കിടക്കുന്നത് കാണുവാൻ സാധിക്കും.
നമുക്ക് സ്വയം ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാട്ടത്തിന് തൽക്കാലം നമ്മളത് വിൽക്കുന്നത് വരെ ഏതെങ്കിലും ഒരു നല്ല വാങ്ങിക്കാൻ ആളെ കിട്ടും, നമ്മൾ കൊടുക്കും, അങ്ങനെയുള്ള സാഹചര്യം വരുന്നത് വരെ ആരെങ്കിലും അത് കൃഷി ചെയ്ത് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുക എന്നുള്ളത് വളരെ നന്നായിരിക്കും. അങ്ങനെ ചെയ്യുവാൻ വേണ്ടി ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട രേഖയോടുകൂടി മാത്രമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അതിന് അവകാശം ഉന്നയിക്കാനുള്ള സാഹചര്യം വരാത്ത തരത്തിലുള്ള രേഖകൾ ഏതെങ്കിലും നല്ല അഡ്വക്കേറ്റിനെ കൊണ്ട് ഉണ്ടാക്കി അതിന് ശേഷമായിരിക്കണം നമ്മൾ നൽകേണ്ടത്. എന്നാൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആദായം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഭൂമി വെറുതെ കിടന്ന് ഒന്നും കിട്ടാത്ത അവസ്ഥയേക്കാൾ നല്ലത് എന്തെങ്കിലും കിട്ടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് നാട്ടിനും നല്ലതാണ്, നമുക്കും നല്ലതാണ് അങ്ങനെ നൽകുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഭൂമി വാങ്ങിക്കുമ്പോഴും എന്നതുപോലെ തന്നെ കെട്ടിടം വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്.